ആര്യനും ജിസേലും തമ്മിൽ എന്തോ ഒരു അവിശുദ്ധ ബന്ധം ഉണ്ട് എന്ന് ബിന്നി അവസാനം സമ്മതിച്ചിരിക്കുന്നു, കണ്ടെത്തിയിരിക്കുന്നു. സദ്യയൊക്കെ ഉണ്ട്, ഭയങ്കര ക്ഷീണത്തിൽ എല്ലാവരും മേക്കപ്പ് ഏരിയയിൽ മേക്കപ്പ് ചെയ്യുന്ന ആ ഒരു ഏരിയയിൽ കിടന്നുകൊണ്ട് ശൈത്യ, ബിന്നി, ആദില, നൂറ ഇവർ തമ്മിൽ സംസാരിക്കുന്ന ഒരു കുറച്ച് നേരം ആ ഒരു കോൺവേഴ്സേഷൻ നമ്മളെ കാണിച്ചിട്ടുണ്ടായിരുന്നു, നമ്മളെ ലൈവിൽ കാണാമായിരുന്നു. അപ്പോൾ അവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബിന്നി പറയുവാണ്, ഈ ഒരു അനുമോള് പറഞ്ഞ ഇൻസിഡൻറ്റിന് ശേഷം ഞാൻ ആരിനെയും ജിസേലിനെയും ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ ശ്രദ്ധിച്ചപ്പോൾ അവർ തമ്മിൽ എന്തോ ഒരു ഫ്രണ്ട്ഷിപ്പിനപ്പുറത്ത്, മോർ ദാൻ ഫ്രണ്ട്ഷിപ്പിനപ്പുറമുള്ള എന്തോ ഒരു ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നി. ആര്യൻ എവിടെയോ ഒരു സ്ഥലത്ത്, അത് സ്ഥലം എവിടെയാണെന്ന് പറയുന്നില്ല, എവിടെയോ ഒരു സ്ഥലത്ത് ജിസേലിൻ്റെ ഏതോ ഒരു സ്ഥലത്ത് കൈവച്ചു. അപ്പോൾ അവിടെ കൈ പിടിച്ചു. അപ്പോൾ അതൊക്കെ അതെന്തിനാണ് അവിടെ വെച്ചതെന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ അതങ്ങനെ വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അവർ തമ്മിൽ എന്തോ ഒരു അരുതാത്ത ബന്ധമുണ്ട്, അവർ ഫ്രണ്ട്ഷിപ്പിനേക്കാൾ ഉപരിയായിട്ട് അവർ തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട് എന്ന് ബിന്നി അവസാനം സമ്മതിക്കുകയാണ്. ഈ ബിന്നി തന്നെയാണ് പറഞ്ഞത്, ആര് കണ്ട് ഏത് കണ്ട് നീ നുണ പറയുന്നു, നുണച്ചിയാണ് എന്ന് പറഞ്ഞ് 2 ആഴ്ച, ഒരു 1.5 ആഴ്ചയായിട്ട് ഈ അനുമോളെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ നീ നുണച്ചിയാണ്, നീ കാണാത്ത പറയരുത്, പിന്നെ നീയാണ് അവനോട് ഫ്ലർട്ട് ചെയ്യാൻ പോയത്, ആ ജയിലിൽ വെച്ച് പോലും നീയാണ് ഫ്ലർട്ട് ചെയ്യാൻ പോയത്, നീയാണ് ആരിനെ ഫ്ലർട്ട് ചെയ്യാൻ പോയത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ബിന്നിയാണ് ഇപ്പം ശൈത്യമായി ചേർന്ന്, ശൈത്യ, ആദില, നൂറ, റെന ഇവരെല്ലാവരും കൂടി ചേർന്നിരുന്ന് പറയുവാണ്, ആര്യനുമായിട്ട് ജിസേലിന് അരുതാത്ത ബന്ധമുണ്ട്, ആവശ്യമില്ലാത്ത സ്ഥലത്ത് ആര്യൻ കൈ പിടിച്ചിട്ടുണ്ട്, പിന്നെ ജിസേലിൻ്റെ. ഇത് തന്നെയല്ലേ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരുന്നത്. ഈ എന്താ പറയുക, ഈ പ്രേക്ഷകരെ ഇത് മുഴുവൻ കാണിച്ചുകൊണ്ടിരുന്നതാണ്. അതുപോലെ തന്നെ ഈ ശൈത്യ എന്ന് പറയുന്ന സാധനം ഈ അനാവശ്യമായ കാര്യങ്ങളെല്ലാം ഓരോ ആൾക്കാരോട് കുത്തിത്തിരിപ്പ് പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതേപോലെ തന്നെ ശൈത്യ ആദിലയോട് പറയുന്നത് കണ്ടാണ്. ആദില ചെന്ന് പഴയ പിന്നെ അനുമോളുടെ പഴയ ബ്രേക്കപ്പായ പ്രണയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ പ്രേക്ഷകർ ലൈവിൽ കാണിച്ചതാണ്, ലൈവിലും എപ്പിസോഡിലും ഒക്കെ കാണിച്ച കാര്യം. എന്നിട്ടും ആദില അത് സമ്മതിച്ചു കൊടുക്കുക. ശൈത്യ പറയുന്നതാണ് ആദിലയ്ക്ക് പ്രധാനം. അനുമോള് പറയുന്നു, അനുമോളെ ഇന്നും പിന്നെ നീ ക്യാരക്ടർ വിട് എന്ന് പറഞ്ഞാൽ ഡ്രാമ കളിക്കുന്നു എന്നാണ് പറയുന്നത്. ആദിലയുടെയൊക്കെ ആ ഒരു കറക്റ്റ് മുഖം പുറത്തേക്ക് വരണം, ആ സ്വഭാവം ആദിലയുടെ നൂറയുടെയൊക്കെ നമ്മൾ വിചാരിച്ചിരുന്ന ഒരാൾക്കാരെ അല്ല എല്ലാവരുടെയും സ്വഭാവം. കാരണം ഇന്ന് അഭിലാഷിനോട് അതാണ് നൂറ കാണിച്ചത്. 3 പേരും കൂടി യഥാർത്ഥ നല്ല ഒരു ക്യാരക്ടറുള്ള വ്യക്തിയായിരുന്നെങ്കിൽ ആ ഒരു 3 പേരും കൂടി എഫേർട്ട് ഇട്ട് ചെയ്ത കാര്യം 3 പേരും കൂടി തന്നെ അത് ഡിവൈഡ് ചെയ്ത് പോകണമായിരുന്നു. അപ്പം 3ഉം ഞാൻ എടുക്കാനാണ് വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ എനിക്ക് ഫാമിലിയെ വേണ്ടാത്തത് കൊണ്ട് ഞാൻ ഫാമിലി എടുക്കുന്നില്ല, അത് ഞാൻ ബിന്നിക്ക് കൊടുക്കുന്നു, ബാക്കി 2ഉം ഞാൻ എടുക്കുന്നു എന്ന്. ഇതൊക്കെ നൂറ അവരുടെയൊക്കെ കറക്റ്റ് സ്വഭാവം, സെൽഫിഷ് ആയിട്ടുള്ള അവരുടെ സ്വാർത്ഥമായ സ്വഭാവമാണ് പുറത്തേക്ക് വരുന്നത്. ആ ഒരു ഇതിൽ അനുമോളായിരുന്നെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അതാണ് ഈ വ്യത്യാസം. ഒരുപാട് ആൾക്കാർ പറയുന്ന ആൾക്കാർ എത്ര പറഞ്ഞാലും നമ്മൾ വ്യത്യാസം കാണുന്നത് അതിലാണ്. എല്ലാവരെയും തുല്യതയിലേക്ക് കാണാൻ ശ്രമിക്കണം. അപ്പോൾ ഇതാണ്. അപ്പോൾ ബിന്നി അവസാനം ആര്യനും ജിസേലുമായിട്ട് മോശമായ ബന്ധമാണ്, മോശമായെന്നൊന്നും പറയാൻ പറ്റില്ല, പ്രണയം എന്ന് പറയുന്ന പവിത്രതയുള്ള സാധനമാണ്. പക്ഷേ ഇവർ പണിയെടുക്കാൻ വേണ്ടിയിട്ടല്ലേ, വേറെ പരിപാടിക്ക് വേണ്ടിയിട്ട് ബിഗ് ബോസ് ഹൗസിൽ വന്നതാണ് എന്നുള്ളത് ബിന്നി അവിടെ മനസ്സിലാക്കിയിരിക്കുന്നു. ബിന്നി എന്തായാലും ഇനിയെങ്കിലും മനസ്സിലാക്കിയ കാര്യമായി. കുത്തിത്തിരിപ്പും ദുഷിപ്പും ഇത് മാത്രമേ ഉള്ളൂ. അത് കണ്ടൻറ് ഉണ്ടാക്കാൻ വേണ്ടി റെനയോട് ഇപ്പോൾ ഈ സീൻ നിങ്ങൾ കാണുന്നത് കണ്ടൻറ് ഉണ്ടാക്കാൻ വേണ്ടി റെനയോട് പറയുന്നു, ആദിലയും കൂടി ചേർന്ന് ഞാനൊരു കാര്യം പറയുമ്പോൾ നീ അതിനകത്ത് കയറി പിടിക്കണം. അപ്പോൾ ആദില കയറി പിടിയടി എങ്ങനെയുണ്ട്? നമ്മൾ പ്രേക്ഷകരെ പറ്റിക്കുകയാണ്. ഒരു കാര്യം പറയാം, അപ്പം നീ കയറി പിടിച്ചോണം. ആദിലെ അപ്പം പറയുന്നു പിടിയടി അങ്ങനെ പറഞ്ഞ് ഒരു കണ്ടൻറ് ഉണ്ടാക്കാൻ വേണ്ടി പിന്നെ ചോറെടുത്ത് എന്തിനാണ്, മറ്റേതെടുത്ത് എന്തിനാണെന്നും പറഞ്ഞ് സ്വയം നമ്മൾ പ്രേക്ഷകർ ഇതും കാണുവാണ്. അവരെന്താണ് വിചാരിക്കുന്നത്? ഇതെന്തോ പ്രേക്ഷകർ പകുതി കട്ട് ചെയ്തിട്ട് കാണിക്കുമെന്നോ എനിക്ക് മനസ്സിലാവുന്നില്ല. എന്ത് ഇത് ഡ്രാമയാണ്. ഇവരല്ലേ ഡ്രാമ കളിക്കുന്നത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ. അനുമോളുടെ കാര്യം നോക്കി പോവുകയാണ്, അനീഷിൻ്റെ കാര്യം നോക്കി പോവുകയാണ്. അപ്പോൾ അവരല്ല ഡ്രാമ കളിക്കുന്നത്, ഇവരാണ് ഡ്രാമ കളിക്കുന്നത്. ഇവർ ഗ്രൂപ്പുകൾ ചേർന്ന് ഇപ്പോൾ ആദില, നൂറ, ബിന്നി, റെന, പിന്നെ ശൈത്യ, രേണുസുതി ഇവരിത്രയാണ് ഒറ്റ ടീം. അപ്പോൾ ഇവരിത്രയാണ് ഇപ്പോൾ ഡ്രാമ കളിക്കുന്നത്. പിന്നെ ഇവരുടെ കൂടെ പല ആൾക്കാരും കൂടുന്നുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ ഡ്രാമ കളി. എന്തായാലും അവസാനം ജിസേലും ആര്യനും തമ്മിലുള്ള ബന്ധം ബിന്നിയുടെ ഗ്രൂപ്പും സമ്മതിച്ചിരിക്കുന്നു. ബിന്നിയുടെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ പുതിയ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്ത ഗ്രൂപ്പ്. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ശൈത്യ, ആദില, നൂറ, റെന, ബിന്നി, അതുപോലെ തന്നെ ആരെങ്കിലും പിന്നെ അതിലേക്ക് കയറി വന്നാൽ അവരും. അപ്പോൾ ഇതാണ് അവരുടെ ഗ്രൂപ്പ്. അനുമോൾ ഇപ്പോൾ ഒറ്റയ്ക്കാണ്. അനുമോൾക്ക് പ്രത്യേകിച്ച് ഗ്രൂപ്പില്ല, എല്ലാവരോടും മിണ്ടുന്നു, അത്രയേ ഉള്ളൂ.
അപ്പോൾ അതാണ് ഇപ്പോഴത്തെ ഗ്രൂപ്പും. പിന്നെ ശൈത്യയാണെങ്കിൽ അയ്യോ ടോപ്പിൽ ഏറ്റവും ടോപ്പിലെന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഇന്നിപ്പോൾ തന്നെ ഔട്ടാവും. ഏറ്റവും കുറവ് വോട്ട് ഇതുവരെ നേടിയതിൽ ഏറ്റവും കുറവ് വോട്ട് 2-3 പേര് പോവുകയാണെങ്കിൽ ഏറ്റവും കുറവ് വോട്ട് ശൈത്യയ്ക്കാണ്. അതിനുശേഷം പിന്നെ ആര്യൻ കത്തൂറയ്ക്കാണ്. കത്തൂറയെന്ന് എന്തോ പേരെന്ന് എനിക്കറിയത്തില്ല. ആര്യൻ അതുപോലെ അതിന് മുകളിലായിട്ട് നിൽക്കുന്ന റെന ഫാത്തിമ. 3 പേര് പോവുകയാണെങ്കിൽ റെന, ആര്യൻ, അതുപോലെ തന്നെ ശൈത്യ. 2 പേരാണ് പോകണമെങ്കിൽ ശൈത്യയും ആര്യനുമായിരിക്കും പോകുന്നത്. പിന്നെ 4 പേര് പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഒണിയലും പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ 4 പേരാണ് പോകാനുള്ള സാധ്യതയുള്ള കണ്ടസ്റ്റൻറ്റുകൾ കേട്ടോ. അപ്പോൾ നാളെ എന്തായാലും എവിക്ഷനാണ്. നാളെ എവിക്ഷൻ പ്രക്രിയ നടക്കും. കഴിഞ്ഞ ആഴ്ചയില്ലായിരുന്നു, അതിൻ്റെ അങ്ങേ ആഴ്ചയില്ലായിരുന്നു. എവിക്ഷൻ ഇപ്പോൾ 2 ആഴ്ചയോട്ടില്ല. അതുകൊണ്ട് പല ആൾക്കാരും രക്ഷപ്പെട്ടിരിക്കുകയാണ്. പിന്നെ രേണു സുധി ചുമ്മാ ഇരുന്ന് പറയുന്നതാണ്. രേണു സുധി നാക്കെടുത്താൽ നുണ പറയുന്ന ആളാണ്.